ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ് ഞാൻ വരുന്നത്. കടലമാവ് കൊണ്ടുള്ള ഒരു ഹലുവ. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റന്നസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹൽവ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പോളം നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 100 ഗ്രാമോളം കടലമാവാണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. ആ കട്ടയൊക്കെ ഒന്ന് നന്നായി തട്ടിക്കൊടുത്ത് നമ്മൾ ഈ കട്ടയൊന്നുമില്ലാതെ നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല കേട്ടോ. ഈ കടലമാവ് ഒന്ന് മൂത്ത് വരുന്നുണ്ടല്ലോ, ഈ സമയത്ത് നമ്മൾ ഇതിൽ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ പുട്ടിൻ്റെ ഒക്കെ പൊടിയില്ലേ, അത് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് പകരം വേണമെങ്കിൽ റവ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മളൊരു 1/4 കപ്പോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇവരെ നല്ലോണം ഒന്ന് അതിൽ മിക്സായി കിട്ടണം. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹലുവയാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1/4 കപ്പോളം പാല്. ഇതിൽ കുറച്ച് സാഫ്രൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതാണ് ഇതിലൊക്കെ ഇതൊന്നൊക്കെ ഒന്ന് വേവണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഷുഗറും ഒന്ന് അലിഞ്ഞ് വരണം. സിമ്പിൾ, കഴിഞ്ഞോ, എത്രയേ ഉള്ളൂ. അധികം നേരമൊന്നും വേണ്ട ഇതുണ്ടാക്കാൻ. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ടേസ്റ്റി ഓൾസോ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ അടി പിടിക്കുകയൊന്നുമില്ല. വേഗം അതിലിങ്ങനെ വരും. അതിൽ നിന്ന് വിട്ട് കിട്ടണം. നമുക്ക് ഇതിലേക്കൊരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ നമ്മുടെ ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് നമുക്കിതിൽ വേണമെങ്കിൽ ഷുഗർ കുറച്ചും കൂടി നമ്മൾ ആഡ് ചെയ്യാം. ഇറ്റ് ഓൾ ഡിപ്പെൻസ്, നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. ഞാനിതിൽ ഷുഗർ ഇച്ചിരി കുറവ് തന്നെ ആഡ് ചെയ്തേക്കുന്നത്. 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ട് അതിൽ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതിൽ ഞാൻ ഫൈനലി ഇതിൽ കുറച്ച് കൽക്കണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഷുഗർ ഇച്ചിരി കുറച്ചത് കേട്ടോ. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം കൂടി നെയ്യ് ആഡ് ചെയ്യാം. എല്ലാം കുക്കായി കഴിഞ്ഞു. ഇനി ഇത് കണ്ടോ, ഇതിൽ നിന്ന് വിട്ട് വരുന്നുണ്ടോ. നമ്മളിതിലേക്ക് കുറച്ച് ഏലക്കായും ഡ്രൈ ജിഞ്ചറും ആഡ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യാം, അത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി അതിട്ട് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ, കിസ്മിസ്, ബദാം, കുറച്ച് കൽക്കണ്ട് കേട്ടോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കടലമാവ് കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. കടലമാവ് ഹൽവ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.